മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഞാൻ സ്ത്രീ പവേർഡ് ബൈ ഇംപെക്സിലെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രേഖ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തല്ല, നിങ്ങളെ വീണ്ടും പരിചയപ്പെടുത്താൻ പോണ കണ്ടിട്ടുണ്ട്. ഞാൻ രശ്മി. രശ്മി എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് വയനാട് ചുരം ഒറ്റയ്ക്ക് കയറണം ആഗ്രഹിച്ചൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തൻ്റെ സ്വപ്നം ജീവിതം. ഫസ്റ്റ് പ്രൊഫൈൽ തൻ്റെ സ്വപ്നം ജീവിതമായിരുന്നു. അപ്പോൾ കൊള്ളാലോ ഈ കുട്ടി ഇങ്ങനെ എന്ന് പറഞ്ഞൊരു ഇത്. അതുമാതിരി അതിനുശേഷം USO ഫോട്ടോജനിക് ആ ഒരു പ്രൊഫൈൽ കണ്ടപ്പോൾ നല്ലൊരു പ്രൊഫൈലിംഗ് ആയിരുന്നു. കുന്നിൻപുറത്ത് ജനിച്ചു വളർന്ന രശ്മിയുടെ ശൈശവകാലത്തെ സ്വപ്നം വയനാട് ചുരം ഒറ്റയ്ക്ക് നടന്നു കയറലായിരുന്നു. കാഴ്ചകളും വളവുകളും തിരിവുകളും താണ്ടി കയറി അങ്ങനെ ഏകാന്ത സഞ്ചാരം നടത്തുക. മുതിർന്നപ്പോൾ ആ ഏകാന്ത സഞ്ചാരത്തിന് കുറെ കൂടി പുതിയ നിറങ്ങൾ ചേർന്നു. ലോകം മുഴുവനും ഒറ്റയ്ക്ക് ചുറ്റിക്കറങ്ങി ലോകത്തെ തന്റെ ക്യാമറയിൽ പകർത്തുക എന്നതായി ആ സ്വപ്നം തിടം വെച്ചു. വയനാട്ടിൽ പനമരത്ത് നേർവാരമെന്ന ഗ്രാമത്തിലാണ് രശ്മി ജനിച്ചതും വളർന്നതും. പ്രകൃതിയുടെ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഗ്രാമസൗഭാഗ്യങ്ങളായിരിക്കണം രശ്മിയുടെ ദൃശ്യബോധത്തെ ഉദാത്തവൽക്കരിച്ചത്. ഈ ദൃശ്യബോധം തന്നെയായിരിക്കണം രശ്മിയെ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാക്കിയതും. പക്ഷേ കണക്ക് എന്ന വിഷയം രശ്മിക്ക് പണ്ടൊക്കെ ഒരു കീറാമുട്ടിയായിരുന്നു. പരീക്ഷകളിൽ അപൂർവമായി മാത്രമേ മാർക്ക് 9-നപ്പുറത്തേക്ക് കടന്നിരുന്നുള്ളൂ. ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസും പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻസും തിരഞ്ഞെടുത്തു. ഒരു തരത്തിൽ ആ വിഷയങ്ങൾ പഠിക്കാനായി തിരഞ്ഞെടുത്തത് കണക്കിനെ പേടിച്ചിട്ട് തന്നെയാണ്. ഗുരുനാഥയ്ക്കുമുണ്ട് ഏറെ പറയാൻ. 5 മുതൽ 7ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചതാണ്. നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് അവൾ. പഠനകാര്യങ്ങളിലൊക്കെ നന്നായി ശ്രദ്ധിക്കും. ക്ലാസ്സിലാണെങ്കിലും നല്ല പ്രസന്നമായിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എന്ത് പഠന പ്രവർത്തനങ്ങൾ കൊടുത്താലും വളരെ ചിട്ടയോടെ തന്മയത്തോടെ ചെയ്തുകൊണ്ടുവരും, ക്ലാസ്സിൽ അവതരിപ്പിക്കും.
എന്നും ഡയറി എഴുതുന്നതിൽ രശ്മി വീഴ്ച വരുത്താറില്ല. സ്വന്തം ചരിത്രത്തെ ഇങ്ങനെ ഇടയ്ക്കിടെ ചെകഞ്ഞു നോക്കാൻ എപ്പോഴും താല്പര്യമാണ്. ഇതെൻ്റെ അച്ഛൻ രാധാകൃഷ്ണൻ. അച്ഛൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അക്കൗണ്ട്സ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഇതെൻ്റെ അമ്മ ഗീത, വാർഡ് മെമ്പറാണ്. പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്, രമ്യ. ഇതെൻ്റെ ഏട്ടൻ രഞ്ജിത്ത്. അച്ഛനെയും അമ്മേനെയും എനിക്ക് വീട്ടിൽ കിട്ടാറില്ല. ഞാനിവിടെ വരുമ്പോൾ പോലും ഇവരെ കാണാറില്ല. എപ്പോഴും നാട്ടുകാരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന രണ്ടാൾക്കാരാണ്. ചെറുപ്പം മുതലേ സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള സ്വന്തമായ ആശയങ്ങളുള്ള ഒരു കുട്ടിയായിട്ടാണ് അവൾ വളർന്നത്. ആ മീഡിയ രംഗത്ത് പഠിച്ച് ആ രംഗത്ത് പ്രതിഭ തെളിയിക്കണം എന്നുള്ള ആഗ്രഹം അവൾ ചെറുപ്പത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ മീഡിയ വണ്ണിൻ്റെ പരിപാടി വളരെ താല്പര്യത്തോടുകൂടി തന്നെയാണ് അവൾ നോക്കിക്കാണുന്നത്. രശ്മി എഴുതും, പിന്നെ പ്രസംഗം പറയാനുള്ള കഴിവുണ്ട്, പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പഠിക്കാനാണ് അവളുടെ താല്പര്യം. പാവങ്ങളെ സഹായിക്കാനൊക്കെയുള്ളൊരു മനസ്സിൽ ചെറുപ്പം മുതലേ ഉണ്ട്. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ നല്ല താല്പര്യമാണ്. പക്ഷേ ഇപ്പം പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടും വല്ലപ്പോഴും അവിടെ കയറി ഇറങ്ങാറുണ്ട്. കൂട്ടുകാരോടൊപ്പമുള്ള ചെസ് കളി രശ്മിയുടെ പ്രധാന വിനോദമാണ്. സ്വന്തം വീട്ടിൽ ഇവരൊക്കെ ഇങ്ങനെ കളിക്കാനും ചിരിക്കാനും രാപ്പാർക്കാറുണ്ട്. അത്തരം കൂട്ടായ്മകൾ എന്നും ഒരു ഹരമാണ്. സ്ത്രീകളുടെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തുന്ന ചാനൽ പരിപാടികളൊന്നും തന്നെ മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് മീഡിയ വൺ ഈ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ യഥാർത്ഥ സ്വത്വവും അവരുടെ യഥാർത്ഥ കഴിവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വേദിയായിട്ട് ഞാനിതിനെ കാണുന്നു. രശ്മി എന്ന ഒരു വ്യക്തിക്ക് ഇതിൽ തോന്നുന്ന ഒരു ഫീലിംഗ് എന്താണ്? ഇപ്പോൾ എല്ലാവരും പറയും നല്ല ഫീലിംഗ് ആയിരുന്നു, പക്ഷെ രശ്മിക്കായിട്ട് ഒരു സ്വന്തമായിട്ട് വ്യക്തിത്വമുള്ള ഒരു കുട്ടിയാണ്. രശ്മിക്ക് തോന്നിയൊരു ജേർണിയിൽ കൂടെയുള്ള ഒരു അനുഭവങ്ങളുണ്ടോ? എന്തായിരുന്നു? ഇതിൽ വന്നതിന് ശേഷം എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 14 ഫ്രണ്ട്സിനെ കിട്ടി. അതും ഡിഫറെൻറ്റ് തോട്ട്സ് ഉള്ള, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടുത്തെ ക്രൂ എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ടും ഉണ്ടായി. എല്ലാവരുമായിട്ടും ഒരു ടീം വർക്ക്, അതാണ് എനിക്ക് ഇതിൽ വന്നതിന് ശേഷം കിട്ടിയ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് നടക്കുന്നത്. ഇപ്പോൾ താനൊരു മാധ്യമത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്തായാലും ഒരു മാധ്യമ രംഗത്തേക്ക് പോകേണ്ട ഒരു കുട്ടിയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ചെയ്തൊരു മുന്നോടിയായിട്ടൊരു ട്രെയിനിങ് ആണെന്ന് തോന്നിയോ? തോന്നിയിട്ടുണ്ട്. അല്ലേ? അതെ. തനിക്ക് ഫോട്ടോഗ്രാഫി ആയിരുന്നു പിന്നെ ഭയങ്കര പാഷൻ. അപ്പോൾ അതിന് ഇത് താനിവിടെ ഇരിക്കുന്നു, തനിക്ക് മേക്കപ്പ് ഇടുന്നു, താനൊരു സാധനം ചെയ്യുന്നു എന്നല്ല, അതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുടെ കഷ്ടപ്പാട്, നമ്മളിവിടെ ഇരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകള് രാപ്പകലില്ലാതെ ഒരുപാട് കഷ്ടപ്പാട്, അത് കണ്ടു മനസ്സിലാക്കാൻ പറ്റി. അവരെ കൂടെ പ്രവർത്തിക്കാൻ പറ്റി. അതിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ചെയ്ത സെഗ്മെന്റ്സിലായിട്ട് ഇഷ്ടപ്പെട്ട, വളരെ മനസ്സ് നിറഞ്ഞു ചെയ്ത സെഗ്മെന്റ് ഏതാ? ദൗത്യം. എന്തായിരുന്നു ദൗത്യം? ആദ്യത്തെ ദൗത്യം സ്ട്രീറ്റ് ലൈറ്റ് ആയിരുന്നു. സ്ട്രീറ്റ് ആയിരിക്കും ഓർമ്മ. അതെ. രണ്ടാമത് ചെയ്തത് പശു ഫാം ആയിരുന്നു. പശു ഫാം. ഓക്കെ. പനമരം പഞ്ചായത്തിലെ നീർവാരം കാടിനോട് ചേർന്നാണ് കിടക്കുന്നത്. ചുരുക്കത്തിൽ കാടും നാടും കലർന്ന ഒരു ആദിമ ജീവിത വ്യവസ്ഥയാണ് ഇവിടെയുള്ളത്. നൂറ്റാണ്ടുകളായുള്ള കുടിയേറ്റങ്ങൾ നീർവാരത്തിന്റെ ജൈവ വ്യവസ്ഥയെ താറുമാറാക്കിയിരിക്കുന്നു. അനുദിനം ശോഷിക്കുന്ന കാടുകളിൽ നിന്നും വന്യജീവികൾ വെള്ളവും ഭക്ഷണവും തേടി പുറത്തേക്കിറങ്ങുന്നു. സ്വയം സമ്പൂർണമായ വനങ്ങളുടെ നശീകരണമാണ് ഇതിന് കാരണം. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഇത് കാരണമാകുന്നു. നീർവാരത്തെ കാട്ടുവഴികളിലും നാട്ടുവഴികളിലും അന്തി കഴിഞ്ഞാൽ ഒരിറ്റു വെളിച്ചമില്ല. പഞ്ചായത്ത് സ്ഥാപിച്ച പാതവിളക്കുകളൊക്കെ കേടായിട്ട് എത്രയോ കാലമായി. രാത്രികളിൽ ഈ വഴികളിലൂടെ ആനയും കാട്ടുപോത്തുമൊക്കെ ഇറങ്ങിയാൽ ആരുമറിയില്ല. രശ്മി, ഞാൻ സ്ത്രീ ഫണ്ട് ഉപയോഗപ്പെടുത്തിയത് നീർവാരത്തെ നാട്ടുപാതകളിൽ പാതവിളക്കുകൾ സ്ഥാപിക്കാനാണ്. എട്ട് പാതവിളക്കുകളാണ്
രശ്മി പഞ്ചായത്തിന് സംഭാവനയായി നൽകിയത്. അതിൽ 3 നീർവാരത്തെ ആദിവാസി കോളനിയിലാണ്. ഈ വിളക്കുകൾ രാത്രി ഓണാക്കാനും നേരം വെളുക്കുമ്പോൾ ഓഫാക്കാനുമുള്ള ഏർപ്പാടുകൾ രശ്മി ചെയ്തിട്ടുണ്ട്. ദൗത്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആൾക്കാർക്ക് ഇത്രയൊക്കെ ആവശ്യമുണ്ട്. ഒരു 10,000 രൂപ എങ്ങനെ സ്പെൻഡ് ചെയ്യാന്ന് ആലോചിക്കുമ്പോൾ ഇത്രയൊക്കെ ആവശ്യമുണ്ട്. അതിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യുന്നുള്ളതായിരുന്നു പ്രശ്നം. അതെ, നമ്മൾ അതാണ്. അതിനുശേഷം നിങ്ങളൊക്കെ ഈ ദൗത്യം ചെയ്യുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു സാധനം മേടിക്കുമ്പോൾ അയ്യോ ഇത് അധികമായോ, കാരണം മറ്റേതാണെങ്കിൽ ഇത് കുട്ടികൾ എന്തൊക്കെ ചെയ്തു അവിടെ, ആ ഒരു ചിന്താഗതി നമുക്ക് പോലും വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ ചില പ്രദേശങ്ങളിൽ വിഴിഞ്ഞം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഭയങ്കര കഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ അപ്പം ഇങ്ങനെ ആലോചിക്കാം, ഓ മീഡിയ വണ്ടിൻ്റെ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, ഇവർക്ക് വേണ്ടി ഒരു പ്രൊജക്ട് ചെയ്ത് കൊടുക്കായിരുന്നു. കാരണം അവരുടെ അത്രയും കഷ്ടപ്പാടാണ്. അപ്പം നമ്മൾ ആലോചിക്കുന്നത് ഇതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതായിരുന്നു. ആ ഒരു ചിന്താഗതി കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് ഒരു അല്ല, നമ്മളൊരു പൈസ എടുത്തിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ എന്നുള്ള ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അയ്യോ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാനായി നമുക്ക് സഹതാപം തോന്നും, പക്ഷെ ചെയ്യാൻ തോന്നും. അത് ഇവിടെ വന്നിട്ട് കിട്ടിയ ദൗത്യമായിരുന്നു ഏറ്റവും ഇഷ്ടം. അതെ, ദൗത്യം. തന്റെ നായിക ആരായിരുന്നു? നായിക റസിയ. അവരെ കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം, അവരെ പറ്റി വായിച്ചറിഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ഒരു വളരെ നല്ലൊരു സ്ത്രീ, അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും പിന്നെ അവര് സ്വന്തം ആയിട്ടാണ് അവർ കാണുന്നത് അവരുടെ അമ്മമാരെ. ഞാനൊരു ഇത് തുടങ്ങി, ഒരു വൃദ്ധസദനം തുടങ്ങി, അവരെ അതെ അങ്ങനെ ആ ഒരു വാക്ക് ഭയങ്കര. അതെ, അല്ല പാലക്കാടാണ് അവര് ഹോം ഉള്ളത്. സ്വന്തം അമ്മമാരായിട്ട് കാണുന്ന ഒരു സ്ത്രീ, അവരെ വായിച്ചറിഞ്ഞപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് തോന്നി, അവരോട് സംസാരിച്ചപ്പോൾ അതിലേറെ ഇൻട്രസ്റ്റ് തോന്നി. അത് എനിക്ക് നല്ലൊരു സെഗ്മെന്റ് ആണ് തോന്നുന്നത്. കാരണം രശ്മി ആദ്യമേ തൊട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ഡിഫറൻറ്റ് ചിന്താഗതിയിൽ കൂടെ പാസ് ചെയ്യുന്നൊരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കൊണ്ടുവന്ന കാര്യങ്ങളും സംസാരിക്കുന്നു നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു എന്താ പറയുക, നായിക വളരെ ഇതായിരുന്നു. ഞാൻ ചെയ്യുന്ന പരിപാടിയിൽ വന്നതിനും രശ്മിയുടെ നായികയായിട്ട് വരാൻ സമ്മതിച്ചതിനും വളരെ നന്ദിയുണ്ട് മാഡം. ഒരുപാട് നല്ല കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനാണ് ഞാൻ രശ്മിക്ക് കൊടുക്കുകയാണ്. രശ്മി, താങ്കളുടെ നായിക താങ്കൾക്കായി. റസിയ ചേച്ചി, സ്വന്തം അച്ഛനെ അമ്മേനെ ഒരു പ്രായം കഴിഞ്ഞാൽ വേണ്ടാതാവുന്ന ഒരു നാടായി മാറിയിട്ടുണ്ട് നമ്മളുടെ നാട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഒരു അനാഥരായ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു സ്നേഹവീട് ഒരുക്കാനുണ്ടായ കാരണം, റസിയ ചേച്ചിക്ക് ഒരുപാട് ചെറുപ്പം മുതലേ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാം. ഇന്നത്തെ കാലത്ത് അച്ഛനെയും അമ്മയും എല്ലാ മക്കളും ഉപേക്ഷിക്കപ്പെടുകയാണ് ഞാൻ നിന്നും കാണപ്പെടുന്നത് ലോകത്തിൽ നിന്നും. ഞാൻ ഇതിനു മുന്നേ കുട്ടികളുടെ ആശ്രമം തുടങ്ങാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് 1 മാസത്തിൽ തന്നെയാണ് വ്യത്യാസം വന്നത്. എന്തുകൊണ്ടെന്നാൽ പല അമ്മമാരും, ഞാൻ റോഡുകളിലും പിന്നെ എനിക്ക് അറിയപ്പെടുന്ന കുറേ അമ്മമാർ എല്ലാവരും നോക്കുമ്പോൾ മക്കൾ നോക്കുന്നില്ല, അവർക്ക് എന്താണ് അമ്മയെ നോക്കാൻ വയ്യ, എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ മക്കളെ ഉപേക്ഷിക്കപ്പെട്ട അമ്മ, അതും സ്ത്രീകളാവുമ്പോൾ എവിടെയും കിടക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഇന്നും പല പീഡനങ്ങളും എന്താ പറയുക ബലാത്സംഗങ്ങളും ഒക്കെ ചെയ്യുന്നത് ഏജായവരെയും ചെറുപ്രായങ്ങളും ഒന്നും നോക്കുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു താങ്ങാവാൻ പറഞ്ഞിട്ടാണ് ഞാൻ ശാന്തി നികേതനം എന്ന വൃദ്ധസദനം തുടങ്ങിയത്. റസിയ ചേച്ചിയുടെ പ്രവർത്തനത്തിൽ CNN IBN റിയൽ ഹീറോ എന്ന ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് റസിയ ചേച്ചിക്ക്. അതുപോലെ മലയാളം സമകാലീന വാരിക സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഏറ്റവും മികച്ച ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ്. റസിയ ചേച്ചി ഇനി ശാന്തി നികേതൻ എന്ന സ്ഥാപനത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? ഏത് രീതിയിലാണ് ശാന്തി നികേതൻ പ്രവർത്തിക്കുന്നത്? ആരാരും ഇല്ലാത്ത നിരാശരും നിരാലംബരും ഒരു നേരം ഭക്ഷണത്തിന് പോലും അവരെയാണ് നമ്മൾ ശാന്തി നികേതത്തിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ അധികം പേരും പേഷ്യൻ്റാണ്. ഓരോ അസുഖവും മാനസികമായും ആരും നോക്കാനില്ല പറഞ്ഞാൽ അങ്ങനെ അവസ്ഥ വരുമ്പോൾ മാനസികമായി പല രോഗത്തിലും അവരടിമയാവുന്നു. പോരാത്തതിന് മക്കളുണ്ടായാലും ഉപേക്ഷിക്കപ്പെടുന്നു. പക്ഷേ നമ്മൾ മക്കൾ കൊണ്ടാക്കുന്ന അമ്മമാരെ നമ്മൾ എടുക്കാറില്ല ഒരിക്കലും. അവരൊക്കെ കൗൺസിലിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ചെറുപ്പം മുതൽ അമ്മമാരെ എത്ര കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ നോക്കി വളർത്തി വരുന്നു. പക്ഷേ ഒരു ഏജ് ആകുമ്പോഴേക്കും മക്കൾ വലുതായി അവർക്കൊരു ജോലിയായി സ്വന്തം നിലയ്ക്ക് നിൽക്കാൻ പറ്റുകയും പിന്നീട് അവർ കല്യാണം കഴിഞ്ഞ് മക്കളാവുകയും ചെയ്യുമ്പോൾ അമ്മയെ വേണ്ട